വാസ്തവത്തിൽ അത്ഭുതം തോന്നി. നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ ഇതുപോലെ വ്യഭിചരിക്കുന്ന ഒരു ഏർപ്പാട് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണണം. അടിയന്തരാവസ്ഥയുടെ ഗുണഭോക്താക്കളാണ് ജനങ്ങൾ എന്ന രീതിയിലുള്ള തെറ്റിദ്ധാരണ വ്യാപകമായിട്ട് പരത്താൻ കരുണാകരനും കൂട്ടർക്കും കഴിഞ്ഞു. അതിനെ മറികടക്കാൻ അന്നത്തെ പ്രധാന പ്രതിപക്ഷമായ CPM കഴിഞ്ഞില്ല. എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മറ്റ് വിദ്യാർത്ഥികളോട് പിടിച്ചു കൊണ്ടുവന്ന് കണ്ടവരുണ്ട്. പ്രൊഫസർ ബഹാവുദ്ദീൻ പറഞ്ഞു, യാതൊരു വിധത്തിലുള്ള മോശമായ ആക്ടിവിറ്റീസും ചെയ്യാത്തൊരു കുട്ടിയാണ് പഠിത്തത്തിൽ നമ്പർ 1. ആകെയുള്ളത് കുറച്ച് കലാവാസനയുണ്ട്, അതിന് പരിപാടിയുണ്ട്. എന്തിനാണ് ഞങ്ങൾ അന്വേഷിക്കണം? ഒരു സ്ഥലത്ത് അന്വേഷിച്ചിട്ടും ആരും ഒരു വിധം. പതിവായി ശാഖയിൽ പോകുന്ന ഒരു കൂട്ടരും പ്രവർത്തകരെ വാർത്തെടുക്കാൻ RSSന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇന്നും അവർക്ക് മാത്രമേ കഴിയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിറ്റേ ദിവസം കരുണാകരനെ കക്ഷി ചേർക്കാൻ പറ്റില്ല. അതാണ് കേസിൻ്റെ വലിയ വഴിത്തിരിവാണ്. സംഘടിതമായി അടിയന്തരാവസ്ഥയ്ക്കെതിരായി പോരാടിയത് പ്രധാനമായും RSS പ്രവർത്തകരും നക്സലൈറ്റ് വിഭാഗം പ്രവർത്തകരും, പിന്നെ കുറച്ച് മനുഷ്യാവകാശ പ്രവർത്തകർ. RSSലെ ഒരു വിഭാഗം പ്രവർത്തകർക്കും ഭീകരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നു.